ഇത് നമുക്ക് ആഴ്ചയിലൊരിക്കൽ ഞാനിവിടെ മുടിയിലും അതുപോലെ ഫേസിലൊക്കെ ചെയ്യുന്ന ടിപ്സാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാത്രമല്ല മക്കൾക്കും കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഹോം മെയ്ഡ് ഷാമ്പു ഉണ്ടാക്കാം. ഇതിനായിട്ട് ഫ്ലാക്സ് സീഡാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുടിക്ക് വളരെ നല്ലതാണ്, മുടി വളർച്ചയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ചിട്ട് ഒട്ടും തലയിൽ എണ്ണ നിൽക്കാതെ കഴുകിക്കളയാൻ പറ്റുന്ന ഒരു കിഡിലിൻ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂണോളം ഫ്ലാക്സ് സീഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്കൊരു 3 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ മുടിയുടെ വലിപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ 3 പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു എണ്ണയാണ് കേട്ടോ ഇന്ന് തേച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ 3 പേരും തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ജെല്ലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിനാണ് ഇത് നല്ലോണം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള ജെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 1-2 തവണ ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ അതായത് നന്നായി തിളച്ചിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ അരിച്ചെടുക്കണം. ജ്യൂസ് അരിക്കുന്ന അരിപ്പയുണ്ടല്ലോ, അതൊരു പാത്രത്തിൽ വെച്ചാൽ മതി. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അരിച്ച ഉടനെ തന്നെ ഈ ഫ്ലാക്സ് സീഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ ഇങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ആ ശരിക്കുള്ള ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ജെല്ല് നമുക്ക് കിട്ടും. ഇത് നമുക്ക് തലേ ദിവസം വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് മക്കളും ഞാനും എല്ലാം ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് തലയും അതുപോലെ നമ്മളെ ബോഡി മസാജും ഫേസ് മസാജും ഒക്കെ ചെയ്യുന്നത് ഈ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 40 ആയവർ നിർബന്ധമായിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ സ്കിന്നൊന്നും ഇങ്ങനെ തൂങ്ങി വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ട് നമുക്ക് കുളിക്കുന്നത്. അപ്പോൾ അത് ജെല്ലോടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്യാനും ഹെയർ വാഷ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ട കണക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങേനെ 4 മുറിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്താൽ മതി. ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. മുഖത്ത് ഇത് നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്തിരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് മുഖം കഴുകിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലിനി 1-2 സാധനം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കണ്ടില്ലേ, ഇത് കടലമാവാണ് കേട്ടോ. അത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തതാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കടലമാവ് തരി ഉള്ളതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് ഇതുപോലെ കുതിർത്തി ഈ ഒരു ജെല്ലിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും. അതല്ല ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ചെറിയ തുണിയിലിട്ടിട്ട് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ തലയിലൊക്കെ അതിങ്ങനെ ചെറിയ ചെറിയ പൊടി പോലെ കാണും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ജെൽ ഫോമിലൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ നല്ല സേഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോം മെയ്ഡ് ഷാമ്പു കേട്ടോ. നമ്മൾക്കിത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പെട്ടെന്ന് മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ഇത് നല്ല ഗുണം ചെയ്യും കേട്ടോ. ആഴ്ചയിലൊരിക്കൽ തേച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ തലയിൽ എണ്ണ ഇട്ട് പോയി. അപ്പോഴാണ് എനിക്കിത് തോന്നിയത്. ഇനി ഞാൻ കയ്യിലും കാലിലും നമ്മൾ ബോഡിയിലും ഫേസിലൊക്കെ എണ്ണ തേക്കുകയാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ എണ്ണ ഉണ്ടാക്കുമ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ഫേസിലും കയ്യിലും അതുപോലെ നമ്മളെ ഫുൾ ബോഡി മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ നെറ്റിയിലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നെറ്റിയുടെ മേലിൽ ഇങ്ങനെ ലെയർ വരില്ല, ഇങ്ങനെ വരകൾ വരില്ലേ, വരകളൊന്നും വീഴാതിരിക്കാൻ. അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഏത് ഓയിൽ വെച്ചിട്ടും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആഴ്ചയിലൊരിക്കലൊക്കെ. മാത്രമല്ല നല്ല ഉറക്കം കിട്ടും നമുക്ക്. ഈ ദിവസം നമ്മൾ ഈ എണ്ണ തേച്ച് കുളിച്ച ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് ഒരു മസാജൊക്കെ കൊടുത്തിട്ടുണ്ട് മുഖത്ത്. അതുപോലെ കയ്യിലും കാലിലൊക്കെ എണ്ണ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മക്കൾക്കും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഷോർട്ട്സ് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്
നമ്മൾ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വരണ്ട് പോകുന്നതിനും പിന്നെ ഓൾറെഡി എൻ്റെ ചുണ്ടിനൊക്കെ ഒരു കറുത്ത കളറാണ് കേട്ടോ. കറുത്തവർ ഇങ്ങനെ ഈ വീഡിയോ കളിക്കുന്നവരുടെ ഒരു ചുണ്ട് പോലൊക്കെയാണ് എൻ്റെ ചുണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആഴ്ചയിൽ ഇത് ഞാൻ 2 ദിവസം കൂടുമ്പോൾ തേക്കുന്നതാണ് കേട്ടോ. ബീട്രൂട്ടും ഷുഗറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ജെല്ലാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നത്. അതും കൂടെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പോഴത്തേനും മോള് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂണിഫോം ഒന്നും മാറാതെ തന്നെയാണ്. സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് എണ്ണ ഇതാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കാണ് ഞാൻ ആദ്യം തന്നെ ഈ എണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ജെല്ല് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ മുടിയിലിങ്ങനെ പുരട്ടിയിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഒരു ഒറ്റയ്ക്ക് തന്നെ നമ്മൾ വീഡിയോ എടുക്കുകയും ഇത് ചെയ്യുകയും രണ്ടും കൂടെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അടുക്കളയിലെ ജോലിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ഓരോ ടൈമിന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ഡിലേ വരും അടുക്കള ജോലികൾക്കൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പാത്രങ്ങൾ കഴുകാനും അങ്ങനെയുള്ള ജോലിയൊക്കെ ഉണ്ട്. എന്നാലും മക്കളെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാൻ മടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെ ഡാൻഡ്രഫ് ഒന്നും തലയിൽ വരാതിരിക്കാൻ അത് മുടി വളർച്ചയ്ക്കൊക്കെ ബേസിൻ വളരെ നല്ലതാണ് കേട്ടോ കടലമാവ്. അപ്പോൾ അതാ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. 1-2 മിനിറ്റ് മാത്രം നിന്നാൽ മതി. പിന്നെ നമുക്ക് നന്നായിട്ട് സാധാരണ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുന്ന പോലെ തന്നെ കുളിക്കുമ്പോൾ വാഷ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവളുടെ മുടി നല്ലൊരു സിൽക്കി എഫക്റ്റാണ് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെയാണ് എല്ലാവരും ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യുന്നതും കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ടിപ്സുകളാണ് ഇതൊക്കെ. അകാല നരയ്ക്കും താരൻ വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഹോം മെയ്ഡ് ഷാമ്പൂ. എല്ലാവരും ഉപയോഗിച്ച് നോക്കണേ.